കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടത് ഇന്നൊരു ഏത്തക്കായും കൊണ്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. നല്ല പഴുത്ത ഏത്തക്കായും കൊണ്ട് നല്ല വെറൈറ്റി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നല്ല ആവിയിൽ വേവിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനടുത്ത് ഏത്തപ്പഴം ചെറുതാണ്, 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഈ ഏത്തപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ശർക്കരപ്പാനിയും കൂടി ഒഴിക്കാവേ. ടേബിൾ സ്പൂൺ ഞാൻ ഉരുക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ഇട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഒരു പിഞ്ച് ഉപ്പ് നല്ലോണം ഒന്ന് അടിച്ചുകൊണ്ട് വരാവേ. അടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാവേ. ഇതുപോലെ ഒഴിക്കും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇടാം. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സൈസ് അരിപ്പൊടി. ഇതിലേക്ക് സ്വല്പം ഒരു 1/2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത്, കൊഴുക്കട്ട പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് കുഴച്ചെടുക്കാം. നമ്മളിത് ഇതുപോലെ കുഴച്ചെടുക്കും. നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്ക് ഓരോ ഏത്തക്കയുടെ അനുസരിച്ച് വേണം കേട്ടോ. ഓരോ ഏത്തക്കയുടെ അനുസരിച്ച് ചിലപ്പം നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇച്ചിരി പൊടിയും കൂടി ഇടേണ്ടത് വരുവാണെങ്കിൽ ഇടാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ആവിയിൽ വേവിക്കേണ്ടതൊക്കെ ചെയ്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിതൊന്ന് എടുക്കാവേ. കയ്യിൽ ഇച്ചിരി നെയ്യ് വരട്ടിയിട്ട് നമുക്കിതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമുക്ക് മൊത്തത്തിലൊന്ന് എടുക്കാവേ. നമുക്ക് ആവിയിൽ വേവിച്ച് 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാവേ. ഞാൻ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ ഓരോന്നൊന്ന് പെറുക്കി വെച്ച് നമുക്കൊന്ന് 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. വേവിച്ചെടുക്കാവേ. കൊഴുക്കട്ടകളെല്ലാം നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നല്ല സോഫ്റ്റ് പോലത്തെ കൊഴുക്കട്ടകളാണ് കേട്ടോ. നമുക്ക് ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്, ഇതൊന്ന് ചൂടാകട്ടെ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കണം. ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കശുവണ്ടി മുന്തിരിങ്ങായി ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചിട്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക്. ഫ്രൈ ആകട്ടെ. ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് ഇച്ചിരി മുന്തിരിങ്ങയും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് വെളുത്ത എള്ളും കറുത്ത എള്ളും ഉണ്ടെങ്കിൽ ഓരോ 1/2 ടീസ്പൂൺ ഇടാം. എൻ്റെ കയ്യിൽ വെള്ളമില്ല, അതുകൊണ്ട് കറുത്ത 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇടുവാണ്. ഈ ചൂടായ നെയ്യിലേക്ക് ഇതുപോലെ കറുത്ത എള്ളാണ് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കുന്നത്. ഇതുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങായും കൂടി ഇടാം. നമുക്ക് തേങ്ങായും കൂടി നെയ്ക്കകത്ത് കിടന്നൊന്ന് ഫ്രൈ ആട്ടെ. അപ്പം ഇതിലേക്കൊരു 1/4 കപ്പിൻ്റെ ഇച്ചിരി കുറവിൽ നമുക്ക് ശർക്കരപ്പാനിയും കൂടി ഒഴിക്കാം. ഇതിലേക്ക് അതുപോലെ നമുക്ക് ഇച്ചിരി ശർക്കരപ്പാനിയും കൂടി ഒഴിക്കാം. അപ്പോൾ തേങ്ങയ്ക്കകത്ത് കിടന്നതൊന്ന് വരണ്ട് വരട്ടെ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇടാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് ഇച്ചിരി ഒന്ന് വറ്റട്ടെ. ശേഷം നമ്മുടെ കൊഴുക്കട്ട ഇതിലേക്ക് ഇടണം. എന്നിട്ട് പുരട്ടിയെടുക്കണം. എന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ കേട്ടോ. ഏത്തക്കായും കൊണ്ട് ഇങ്ങനെ വെറൈറ്റിയായി ഓരോരോ റെസിപ്പികൾ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ഏത്തക്കയൊക്കെ പുഴുങ്ങി കഴിക്കുന്നതിന് അവരെങ്ങനെയൊക്കെ ഒന്ന് കഴിക്കണം. വേണ്ട ഇങ്ങനെ വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് 1 പിഞ്ച് ഉപ്പൂടെ ഇതിലേക്ക് ഇടാവേ. ആദ്യം നമ്മൾ ഏത്തക്ക ഇതിനകത്ത് കുഴച്ചതിനകത്ത് 1 പിഞ്ചിട്ട്, ഇപ്പോൾ ഇത് 1 പിഞ്ച് ഇട്ടു. അപ്പോൾ നമ്മൾ ശർക്കര ചേർക്കുന്നത് കൊണ്ടാണ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒത്തിരി മധുരമില്ല. ഈ കുറച്ച് വെച്ചിട്ട് നമ്മുടെ കൊഴുക്കട്ട ഇതിലേക്ക് ഇടാം. എല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാവേ. മൊത്തത്തിൽ ഇതിലേക്ക് കുട്ടി നല്ല ടേസ്റ്റായിട്ടുള്ള ഈ എള്ളിൻ്റെ ഈ ശർക്കരയും എല്ലാം കൂടെ നെയ്യൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് ഇങ്ങനെ
എടുത്തിട്ട് നല്ല തേങ്ങയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു വെറൈറ്റി ഒരു ആവിയിൽ വേവിച്ച ഏത്തക്കായും കൊണ്ടുള്ള നല്ല റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.